കൊണ്ടിക്കടവിന്റെ റാബിയണി നിന്റെ ചെണ്ടയ്ക്കൊരു ൂറ്റം ഊറ്റമില്ലേ തീറ്റി തീറ്റി പർവ്വതരം നിന്റെ കണ്ട് അരികറുണ്ട് പോലെ മനം കൊണ്ട് അത് മാറ്റിയോ? ആ സിനിമ ഒരു 100 വട്ടം കണ്ടല്ലോടി. ഇനിയും കണ്ടു കഴിഞ്ഞാൽ ഈ പനീരെ കൂടെ ഭ്രാന്തും കൂടെ വരും. ഭ്രാന്ത്. എന്നിട്ടും ദിനേശ് ചേട്ടനൊരു മാറ്റം ഇല്ലല്ലോ. പിന്നെ മാറ്റം ഇങ്ങോട്ടത്. ഇനി ഞാൻ കാരണം ആരും കാണാതിരിക്കണ്ട. ഓർമ്മയുണ്ടോ ആ മുഖം വന്ന്? തനക്ക് എന്നെക്കാളും വലുത് സുരേഷ് ഗോപി അല്ലയോ? എനിക്ക് വലുത് ദിനേശ് ചേട്ടനാ. എനിക്ക് വേണ്ടി ആരും സ്വന്തം സുഖമൊന്നും ഒഴിവാക്കണ്ട. എന്നാ കണ്ടോ, ഇതോ വന്ന അയാള്. പോട്ടെ, തൽക്കാലം സിനിമയെ കാണണ്ട. ഇന്നത്തെ പനിയുടെ പേരിലുള്ള അവധി നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞ് സ്നേഹിച്ചു തീർക്കാം. എന്താ? ആ സിയുടെ ചീത്തയും തെറിയും കേൾക്കാതെ സമാധാനമുള്ളൊരു ദിവസം. ആഹാ, എന്ത് രസം. ഞാനിന്ന് വെളുപ്പിനൊരു സ്വപ്നം കണ്ടു. ദിനേശ് ചേട്ടൻ തോക്കൊക്കെ ആയിട്ട് ഒരു തീവ്രവാദിയെ കീഴ്പ്പെടുത്തുന്നതായിട്ട്. പിന്നെ ടിവിയിലും പത്രത്തിലും ഒക്കെ ദിനേശ് ചേട്ടന്റെ ഫോട്ടോയാ. പ്രധാനമന്ത്രി വരെ ദിനേശ് ചേട്ടനെ അഭിനന്ദിച്ചു. അത് പിന്നെ നീ ഏതെങ്കിലും സുരേഷ് ഗോപി പടം കണ്ടിട്ട് കിടന്നതിന്റെ ഹാങ് ഓവർ കണ്ടായിരിക്കും. അതൊന്നും അല്ല, ഇത് ശരിക്കും കണ്ടതാ. തീവ്രവാദിയെ അത് ഞാൻ ഒറ്റയ്ക്ക് തോക്കുമായിട്ട് നടന്ന തന്നെ. എന്താ പിടിച്ചാല്? നീയും കൂടെ ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കാം. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ധൈര്യമാണോ? പിന്നെ നീ പുലിയല്ലേ, പെൺപുലി. ഞാനേ കഞ്ഞി എടുത്തോണ്ട് വരാം. നല്ല ചൂട് പൊടിയരി കഞ്ഞി. ഇനി അത് കുടിച്ചിട്ട് മതി ബാക്കി കത്തി. പോയി നോക്ക്, സ്വർഗത്തിലേക്ക് വല്ല കട്ടറുമ്പ് കയറി വന്നാണോന്ന്. അവൻ എങ്ങനെയുണ്ട് മോളെ പനി? അത് ശരി. അതിനിടയ്ക്ക് നീ അമ്മയും വിളിച്ചു പറഞ്ഞോ? അമ്മ രാവിലെ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ. ആഹാ, ഇപ്പൊ എന്നോട് പറഞ്ഞതിലാ കുഴപ്പം. ഒരു കുഴപ്പമില്ല എന്റെ അമ്മോ. എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഇത് ജവഹർലാൽ നെഹ്റുന്റെ അല്ലേ സാറേ? സോറി, ഗാന്ധിജിയുടെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോടെ സാറേ? ഒന്നോ രണ്ടോ ചോദിച്ചോ. സാർ ഈ പുസ്തകം ഏകദേശം എത്ര തവണ വായിച്ചിട്ടുണ്ടാവും? ഒരുപാട് തവണ. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും എനിക്ക് രോമാഞ്ചം ഉണ്ടാവും. കണ്ടോ? ആ ശരിയാണല്ലോ. ഉണ്ടായിരുന്നതാ, സംസാരിച്ചപ്പോ അതങ്ങ് പോയി. വായിക്കണമെങ്കിൽ ശീല കൊണ്ടുപോയി വായിക്കും. എന്റെ വേറെ ഉണ്ട്. അയ്യോ എന്റെ പൊന്നോ, എനിക്ക് വേണ്ട. എനിക്ക് പുസ്തകം തുറന്ന് അപ്പൊ ഉറക്കം വരും. തൽക്കാലം സാറിന്റെ വായന നടക്കട്ടെ. അപ്പോഴേക്കും ഞാൻ പോയി ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. ഒരു ഇൻഷുറൻസ് പദ്ധതി? ശീല ചെല്ല്. ഭയങ്കര പെടലി വേദന, എന്താണെന്നറിയില്ല. സാറേ, കുറച്ചു നേരം കൂടി ആ മൊബൈലിൽ നോക്കിക്കൊണ്ടിരി, വേദന തന്നെ മാറിക്കോളും. ഓഹോ. എന്റെ സനൂപേ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. 24 മണിക്കൂറും ഇതിനകത്ത് നോക്കി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാൻ ഇതിനകത്ത് എന്ത് കുന്തമാ ഉള്ളേ? സാർ എന്തിനാ പിന്നെ ഈ ബുക്ക് എടുത്ത് വായിച്ചോണ്ടിരിക്കുന്നേ?
ഇത് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണ കഥകളാ. ഇതിനകത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എന്നാലേ ഇത് സൂക്കർബർഗിന്റെ ഫേസ്ബുക്കാ. ഇതിലും ഉണ്ട് ഒരുപാട് കാര്യങ്ങള്. താൻ ഗാന്ധിജിയും കുട്ടംബർഗിനെയും കൂടെ ഉപമിക്കില്ല കേട്ടോ. ഈ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ആള് തന്നെയാണോ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചേ? അത് ഗുട്ടൻബർഗ്, ഇത് സൂക്കർബർഗ്. ബർഗായാലും ബർഗർ ആയാലും കൊള്ളാം. എന്തുവാണ് രാവിലെ ബർഗറിനെ കുറിച്ചൊരു ചർച്ച? ദിവസവും പഴങ്കഞ്ഞിയും ചുട്ട പപ്പടവും കഴിച്ചോണ്ടിരുന്ന ടീമുകളാ ഇപ്പൊ ബർഗർ ആയിരിക്കും കഴിക്കുന്നത്. അതാ വിക്രമാദിത്യന് പനി പിടിച്ച് കിടക്കുന്നോണ്ട് വേതാളത്തിന് ബോറടിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ബോറടിക്കണമെങ്കിൽ തിരിച്ചടിക്കണം സാറേ. ഇതിനകത്തുനിന്ന് ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിജി പണി കൊടുത്തതുപോലെ എനിക്കും പണി തരാനാണോ ഉദ്ദേശം? അയ്യോ, ഞങ്ങളെ ഈ പണിയിന്ന് പിരിച്ചുവിടല്ലേ എന്റെ പൊന്നു ഏമാനെ. കുറെ മാന്യന്മാരുണ്ട് ഈ ലോകത്ത്. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവന്മാർ, 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 കൊള്ളാത്തവന്മാർ. ഇറങ്ങി പോടാ. സാർ സാർ ഇതാ വന്നു സാർ. എന്തുവാടി പറഞ്ഞു? കൊച്ചിലെ നഖം വെട്ടുമ്പോഴും യമിനി ഇതേ നിലവിളിയായിരുന്നു. ഓ പിന്നെ നഖം വെട്ടി കൊച്ചിലെ ചോറ് പോലും തരാതെ കല്യാണം കഴിക്കാൻ പോയ ടീമാ. എന്താ ദിനേശേട്ടാ ഇത്? അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാമോ? പിന്നെ തള്ളുന്നതിനൊരു പരിധിയില്ലേ? പ്രധാനമന്ത്രിയോ? അതാരാ നോക്കി. ദിനേശൻ സാറ്. സാറേ പപ്പ വാ വാ ഇരിക്കേ. കുടിക്കാൻ ചായ വേണോ അതോ തണുത്തത് എന്തെങ്കിലും? ചായ ആയാൽ ഉത്തമം, കൂൾ ഡ്രിങ്ക്സ് ആയാൽ അത്യുത്തമം. പിന്നെ എന്തുണ്ട് പപ്പ സ്റ്റേഷനിലെ വിശേഷം? ഓ സാറില്ലാത്തോണ്ട് ഒരു രസമില്ല സാറേ. പിന്നെ ഷിജി സാർ എന്ത് പറയുന്നു? ഓ പോകുമ്പോഴും വരുമ്പോഴും എനിക്കിട്ടൊന്ന് ചൊറിയും. സാറിന്റെ പേരും പറഞ്ഞു. സാറിന് അറിയാലോ എന്നെ വിളിക്കുന്ന പേര്. പിന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ആ മരപ്പട്ടി ഉണ്ട് കൂടെ, ആലുകുട്ടി. പനി ഇന്നലെ മാറിയതാ. എന്നാലും ഞാൻ വിചാരിച്ചു ഒരു ദിവസം എന്റെ സ്വന്തം ഭാര്യയോടൊപ്പം ഒന്നിരിക്കാന്ന്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ മനസ്സമാനമായിട്ടൊന്നിരിക്കുന്നത്. എന്നും കേസും കൂട്ടവും പിന്നെ ആ സിയുടെ ഓരോ അഭ്യാസവും. സാറേ സത്യം പറഞ്ഞ അത് മുഴുവൻ ഇപ്പൊ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് ഞാനാ. ഇപ്പൊ ഷീസാറ് പപ്പനെ ഒറ്റയ്ക്കിട്ട് കൊന്നോണ്ടിരിക്കുക സ്റ്റേഷനില്. ഞങ്ങൾ ഇവിടെ വഴക്കിട്ടോണ്ടിരുന്നതും 90% അങ്ങേരുടെ പേരിലായിരുന്നു. സത്യം പറയാലോ, ഇങ്ങനെ ഒരു ധൂമകേതു. എന്നെ വിളിച്ചോടാ. എന്നെ അല്ലല്ലേ. എടി പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. ഈ മാല ഞാൻ തരത്തില്ല. എടി അത് തെണ്ടി മുതലാന്ന്, തൊണ്ടി മുതലാന്ന്. തെണ്ടിയായാലും തൊണ്ടിയായാലും ഈ മാല ഞാൻ തരത്തില്ല. എടി 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 ഞാനൊന്ന് പറയട്ടെടി. വേണ്ട. എടി ഈ മാല തിരിച്ചു കൊടുക്കണമെന്ന്. പിന്നെ നിങ്ങൾ ഏതോ ഒരു കള്ളനെ വരട്ടി വാങ്ങിയ മാല തിരിച്ചു കൊടുക്കണമെന്നല്ലേ? അത് ശരിയാണ്, പക്ഷെ അവൻ മോട്ടിച്ചാണ്. എടി ഇത് ഡിവൈഎഫ്ഐയുടെ ഭാര്യയുടെ മാലയാണ്. ഡിവൈഎസ്പിയുടെ ഭാര്യയുടെ മാലയാണ്. ഡിവൈഎസ്പി അവനെ കയ്യോടെ പൊക്കി നല്ല 4 ഇടി കൊടുത്തപ്പോ അവൻ പറഞ്ഞ് ആ മാല എനിക്ക് തന്നെന്ന്. 48 മണിക്കൂറിനുള്ളിൽ ഈ മാലയും കൊണ്ട് അവിടെ ചെല്ലാൻ അയാൾ ഉത്തരവിട്ടേക്കാണ്. കള്ളന്റെ കയ്യിൽ നിന്ന് മാല മേടിച്ചതിനുള്ള ശിക്ഷ അത് വേറെയും കിട്ടും. മാല വിറ്റുപോയി, വേറെ മാല വാങ്ങിച്ചു പറ. നിനക്ക് ഞാൻ ഇതിനേക്കാൾ വലിയൊരു മാല മേടിച്ചു തരാം. വേണ്ട. അന്ന് കള്ളം കൊണ്ടുപോയ മാലയ്ക്ക് പകരം എനിക്ക് ഈ മാല തന്നെ മതി. നല്ല ഡിസൈനാണെന്ന് അപ്പുറത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞു. എടി ഇത് അങ്ങേരുടെ ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി കിട്ടിയ മുതലാണ്. അതിലും വലിയ വിലപ്പെട്ടതായിരുന്നു അന്ന് കള്ളം മോട്ടിച്ചോണ്ട് പോയ മാല. അത് ആദ്യം കൊണ്ടുപോവാ, എന്നിട്ട് ഇത് തരാം. ഇനിയിപ്പോ ഞാൻ എന്ത് കൊടുക്കും എന്റെ കർത്താവ്? മുണ്ടെങ്ങാനും എടുത്തു കൊടുക്ക്. അതിന്റെ അച്ഛനോട് എന്ന് പറ. എന്താ എന്താ പറഞ്ഞേ? പള്ളിയിൽ അച്ഛനെടുക്കെ പോയിന്ന് കുമ്പസരിക്കണമെന്ന് പറയുമായിരുന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടോ? കൊടും കോളി. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയാൽ പാവം തോന്നുമെന്ന് പറഞ്ഞ ആ സാഹിത്യകാരനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ വെറ്റയും പാക്കും വെച്ചങ്ങ് നമസ്കരിക്കായിരുന്നു. അല്ല, അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഭാര്യ അയാൾ കണ്ടിട്ടില്ലല്ലോ. പാന്ന് എഴുതി കാണിച്ചാ മതി, പോത്തുപോലെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും. ആരെങ്കിലും എടുത്തോണ്ട് പോയാലും ഒരു പ്രശ്നവുമില്ല. ആ ഇതിനേക്ക് ആരെടുത്തോണ്ട് പോകാനാ?
പോട വട്ടി. കണ്ടോ, ഉറക്കത്തിൽ പോലും എന്നെ വെറുതെ വിടത്തില്ല. മറുത അയ്യോ, മാല കാണുന്നില്ലല്ലോ. ആ, ഒരു ബെഡിനടി വെച്ചേക്ക അല്ലേ? ഇവിടെ കാണും, നോക്കാം. മാല തപ്പുമായിരിക്കും അല്ലേ? നിങ്ങളെ ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അത് വെക്കേണ്ടടുത്ത് തന്നെ വെച്ചേക്കുന്നത്. ആ ലൈറ്റ് അടിച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക്. കക്കാൻ പോലും അറിയാത്തൊരു പോലീസ് കിടത്ത് മോങ്ങാണ്ട്. ഓ, മനുഷ്യന് ഓർക്കം കളഞ്ഞു. അവള് മാല തരത്തില്ലെന്നാ പറയുന്നത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും എന്റെ കർത്താവ്? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല സാറേ, പണി പോയത് തന്നെ. കരുനാക്ക് വളച്ചൊന്നും പറയാതോ കരിമന്തി. ഇത്തിരി മനസ്സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെയാണോ മറുപടി പറയുന്നത്? സോറി സാർ. എന്തോന്ന് ചോറി? പാഷാണത്തിൽ കൃമി. ഞാനൊരു ഐഡിയ പറയാം. എന്നെ കൊണ്ട് കുഴി ചാടിക്കാനുള്ള ഐഡിയ ആയിരിക്കും. എന്നാ ഞാൻ പറയുന്നില്ല. പറയടൂ. ഞാൻ പറയത്തില്ല. മോന്തം കുറിപ്പിച്ചോണ്ടിരിക്കാതെ ഒന്ന് പറഞ്ഞു തൊലക്കടൂ. എന്നാ ഞാൻ പറയട്ടെ. നാട് ഉറങ്ങുമ്പോ ആ മാല അടിച്ചു മാറ്റിയ പോരെ. ഇതാണോടോ ഐഡിയ? എന്ത് കൊള്ളില്ല. ഇത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത നടന്നില്ല. അതൊന്നും നടക്കാത്ത. അവൾ ആ മാല അലമാരയുടെ അകത്തെ അറക്കകത്ത് വെച്ച് പൂട്ടിയിട്ട് എന്നിട്ട് അതിന്റെ പുറത്തെ അലമാരയും പൂട്ടി താക്കോൽ അരഞ്ഞാണത്തെ കെട്ടിയിട്ടിട്ടാ കിടന്നുറങ്ങുന്നത്. അറിയാവോ? വേറെ വല്ല ഐഡിയ ഉണ്ടോ? എടോ ഉണ്ടോന്ന്? സാറ് മീശ മാധവൻ സിനിമ കണ്ടായിരുന്നു? ആ കണ്ടു, 3 പ്രാവശ്യം കണ്ടു. അതില് ദിലീപ് രാത്രി കാവ്യാമാധവന്റെ അരഞ്ഞാണ് അഴിക്കുന്നുണ്ട്. അതുപോലെ ഇനി അവിടെ വയറ്റത്ത് ഈ മീശ ഇട്ട് ഉരച്ചിട്ട് വേണം അവൾ ഈ മീശയുടെ കത്തിക്കാൻ. താൻ വേറെ വല്ല നടക്കുന്ന കാര്യമുണ്ടേ പറ. ആകെപ്പാടെ പിടിച്ചിരിക്കുന്ന ഈ മീശയില. അതുകൂടെ പോയാ പിന്നെ പറയണോ? എന്നാ പിന്നെ ഇനി അറ്റ കൈ പ്രയോഗം തന്നെ നടത്താം സാറേ. അതെന്തുവാടു? അതൊക്കെ ഉണ്ട്. ഇവന്റെ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ട് വേണോ ഇവൻ അസുഖമുണ്ടെന്ന് ഞാൻ അറിയാൻ? അച്ഛാ, ദിനേശ് ചേട്ടന് അതിന് വലിയ അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നിട്ടാണോ 5 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരുന്നത്? അത് ഞാൻ ലീവ് കൂട്ടിയെടുത്തയാന്ന് ഒരു പ്രാവശ്യം പറഞ്ഞേ. വഴിപോക്കര് വരെ അറിഞ്ഞു. എന്നിട്ട് സ്വന്തം തന്തയാ ഞാൻ അറിഞ്ഞില്ല. അതെന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. ആ, ആണെങ്കി അങ്ങനെ തന്നെ. അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് വേറെ കല്യാണം കഴിക്കാൻ പോകുമ്പോ ആലോചിക്കണമായിരുന്നു. നിങ്ങളൊന്ന് നിർത്ത്. നിന്റെ വർത്തമാനം കേട്ടതൊന്നും നീ ഇവനെയും കെട്ടിപ്പിടിച്ച് വീട്ടിലിരിക്കായിരുന്നെന്ന്. നീയും കഴിച്ചില്ലേ വേറെ കല്യാണം? ആ, കഴിച്ചെങ്കിലേ അതെന്റെ ചുണയായിപ്പോയി. എന്നാ ഞാൻ കഴിച്ചതേ എന്റെ ചുണയാ. സഹിച്ചോ? ആഹാ, നിങ്ങളെ അങ്ങോട്ട് സഹിച്ചാ മതി. എന്നെ കൊണ്ട് അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. ആഹാ, പറ്റത്തില്ലെങ്കിലേ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോ. നീ അവിടെ ഇറങ്ങി പോണ്ടത്. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോ. എടാ, മര്യാദക്ക് സംസാരിച്ചോ. ഇറങ്ങിപ്പോയിക്കോട്ടെ ഇവിടുന്ന്. വേണ്ട. അല്ല പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇവരെ ഇറങ്ങി വിടാൻ 5 ദിവസത്തെ മനസ്സമാധാനം മുഴുവൻ നശിപ്പിച്ചു. അത് ശരി. അപ്പൊ ഞാനാണ് മോശക്കാരനല്ലേ? ദിനേശ് ചേട്ടൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അച്ഛാ. ആഹാ, അത് ശരി. അപ്പൊ ഞാനാ മോശക്കാരിയല്ലേ? അതെ, മൊത്തം കുളവാക്കൂ. അയ്യോ, സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. യവൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാലവരി കള്ളനാ, തിളക്കം സജി. തിളക്കം സജിയോ? ആ, തിളക്കം സിനിമയിൽ ദിലീപേട്ടൻ ഇങ്ങനെ നോക്കി മുണ്ട് പറിക്കുന്നു, യവൻ മാല പറിക്കുന്നു. അങ്ങനെ ഈ മഹാന് നാട്ടുകാർ തിളക്കം സജി എന്ന് പേരിട്ട് കൊടുത്തു. അത് നന്നായി സാറേ. ഇതേ ആലിക്കുട്ടി ഇടപെട്ട കേസാ. സംഗതി ഓക്കെ ആയിരിക്കും. അതാണ് ഏറ്റവും പേടിയ. ഡോണ്ട് വറി സാർ, ഇതൊക്കെ ചീള് കേസ്. പിന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പച്ചക്കറി മേടിക്കാൻ അവളിപ്പോ പുറത്തിറങ്ങും.
നീ മാലയും പറിച്ച് പാഞ്ഞോണം. പണി പാളിയാൽ, അതായത് ആരെങ്കിലും പിടിച്ചാൽ ഞാൻ വന്ന് ഇടപെടും, നിന്നെ പൊക്കും. ഓക്കെ ഓക്കെ സാർ. സാറേ ഇവൻ പൊളിക്കും. ആ പിന്നെ സാറേ ഓർമ്മയുണ്ടല്ലോ, ഒരു പവന് വിലയുടെ 10%. അതാ എന്റെ റേറ്റ്. തരാവിടും. നീ തരുമായിട്ട് പോ. എന്നാ ഓക്കെ. ആ പെട്ടെന്ന് പോടേ. പെട്ടെന്ന് എടുത്തോണ്ട് പോ വണ്ടി. സ്റ്റാൻഡൊക്കെ മാറ്റ്. പെട്രോളൊക്കെ ഉണ്ടോ? ആ ഉണ്ട് സാറേ. ആ 660 പോ. എന്റെ ഭാര്യയുടെ മാല പറിക്കുന്നതിന് ഞാൻ കാശ് തരണം അല്ലേടാ? തരാം, എല്ലാടും ഒന്നിച്ച് തരാം. യവനിനി മാലയും പറിച്ചോണ്ട് ആ വഴിക്ക് പോവോ എന്തോ. എന്നാ പിന്നെ തന്റെ പോലീസ് പണി അങ്ങ് ഗോവിന്ദ. സാറ് കേട്ടല്ലേ? ഇല്ല, കേട്ടില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഒരു കേക്കമ്മേ ഇല്ല. നിനക്ക് ഇങ്ങേരാണോ വലുത് ഞാനാണോ വലുതെന്ന് എനിക്ക് ഇന്ന് അറിയണം. എനിക്കും രണ്ടും കണക്കാ. എന്താ അല്ല നിങ്ങൾ രണ്ടുപേരും ദിനേശ് ചേട്ടന് പ്രിയപ്പെട്ടതാ. നിങ്ങൾ അകത്തോട്ട് കേറച്ചാ. കേറമ്മേ. ഒരു കേറമ്മേ ഇല്ല. രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. പരിഹാരം ഉണ്ടാക്കാ. ഉണ്ടാക്കാമേ. ഓടാ അവിടുന്ന്. ഇവരോട് അകത്തോട്ട് കേറി പോവാൻ പറ ദിനേശ് ചേട്ടാ. പിന്നെ ഞാൻ പറയുന്ന രണ്ടും മുമ്പ് കേട്ടിട്ടില്ല, പിന്നെ ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. അച്ഛാ അമ്മേ പ്ലീസ്. എടാ നീ തീരുമാനം പറ. അമ്മ നാട്ടുകാരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ മോനെ എന്നെ ഇറക്കി വിട്ടതേ ദേ ഈ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. ദിനേശ് ചേട്ടാ. ദിനേശ് ചേട്ടാ പറ. ദിനേശ് ചേട്ടാ ഇന്നും പോകുന്നുണ്ടോ രണ്ടും കൂടെ? എസ് ഐ ദിനേശനാ പറയുന്നത്. എന്റെ സ്വഭാവം മാറിയുണ്ടല്ലോ. രണ്ടിനെ കൂടെ ഞാൻ അകത്തോട്ട് പൂട്ടിക്കളയും. ഓർത്തോ, I am Bharat Chandran. Just remember that. ഒരു സാധനം കൂടെ ഉണ്ട്. ശരി അല്ല പിന്നെ അയ്യോ അയ്യോ മാല മാല എന്റെ മാല. കള്ളൻ കള്ളൻ മാല. അയ്യോ മാല. അയ്യോ ദിനേശ് ചേട്ടാ അങ്ങനെ കൊടുക്ക്. എന്റെ മാല. അയ്യോ മാല കൊടുക്ക് ദിനേശ് ചേട്ടാ. സാറേ സാറേ എന്താണ് പണിപാളി. എന്ത് പറ്റി? ആ തിളക്ക സജി എസ് ഐ സാറെടുത്ത് പഞ്ഞിക്കിടുന്നു. എന്താ കർത്താവേ, ചതിച്ചല്ലോ. വണ്ടി എടുക്കണോ? സാർ എങ്ങോട്ട് പോകുന്നു? ഞാനല്ലേ വണ്ടി എടുക്കണ്ടേ? സാറിങ് മാറ്. സാറേ ഇത് സ്റ്റാർട്ട് ആവുന്ന ലക്ഷണമില്ല. സ്റ്റാർട്ട് ആവൂല സാറേ. ഞാനും വരുന്നു. ഞാനും വരട്ടെ സാറേ. അത്രയ്ക്ക് ധൈര്യമാടാ വേണ്ടെന്ന് വെക്കുമ്പോ സ്വന്തം കൂമ്പ് നീരാക്കാൻ നേർച്ചയിട്ടോണ്ട് ഇറങ്ങിക്കോളൂ ഓരോരുത്തന്മാരും. എന്താടാ അതിന്റെ പേര്? അയ്യോ തലല്ലേ സാറേ. അയ്യോ 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 വേറെ എന്തൊക്കെ പൊടിച്ചടാ. അയ്യോ ഇനി എന്നെ തല്ലല്ലേ സാറേ. സാറേ പതുക്കോട്. CI ഷിജു സാറ് പറഞ്ഞിട്ടാ ഞാനിത് ചെയ്തത് സാറേ. അയ്യോ CI ഷിജു സാറ് പറഞ്ഞിട്ടാ ചെയ്തത് സാറേ. കാളി ഭദ്രകാളി ആവുന്നതിന് ഇവൻ തിളക്ക സജിയല്ല സാറേ, തോൽവി സജിയാ. എന്റെ അമ്മ രക്ഷപ്പെട്ടു. ബൈക്കും കൂടെ എടുത്തിട്ട് പോടാ. അങ്ങനെ ഇതൊക്കെ